ഇന്ന് ഞാൻ ചൗരി കൊണ്ട് എളുപ്പത്തിലൊരു സാധനം ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അതിനായി ചൗരി ഒരു 20 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇത് മാത്രം പോരാ, നമുക്ക് അതിലോട്ട് ഇനി ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഒഴിച്ചപാട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ ഇത് നന്നായി കട്ടിയായി കിട്ടി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ബോൾസുകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ ഞാൻ ഒരു 10 ബോൾസാണ് ആക്കിയിട്ടുള്ളത്. ഇനി അത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കസ്റ്റാർഡ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് അത് തിളച്ച് വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതേപോലെ കട്ടിയായി വരുമ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോൾസ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളക്കുന്നവരെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കാം. എന്നിട്ട് കുറച്ച് മാങ്ങയും കൂടി അതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് തണുപ്പിച്ച് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം, ചൂടോടെ വേണമെങ്കിൽ ചൂടോടെയും കഴിക്കാം. ഇതെന്ത് തന്നെയായാലും കണ്ടവരുണ്ടാക്കണേ. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൊണ്ടൊന്ന് കാണിച്ചേക്കാമെന്ന്. ഇനിയപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.